തനിനിറം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. PM ശ്രീ കരാർ റദ്ദാക്കാൻ കോടതിയെ സമീപിക്കണമോ എന്നത് മന്ത്രിസഭ ഉപസമിതി തീരുമാനിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ. PM ശ്രീയിൽ ഒപ്പിട്ടത് കഴിഞ്ഞ സർക്കാർ, ജാള്യത മറയ്ക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമമെന്നും മന്ത്രി. തൃശൂർ ഒല്ലൂരിൽ സ്വകാര്യ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു, നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു. വാഹനങ്ങൾ ഒന്നിലെ ഡ്രൈവറെ പുറത്തെത്തിച്ചത് ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം. താരസംഘടനയായ അമ്മയിൽ നിന്നും പോയവരെ തിരിച്ചെത്തിക്കുമെന്ന് രമേശ് പിഷാരടി. സംഘടനാംഗങ്ങളുമായി സംസാരിച്ചതായും സ്ഥിരം കമ്മിറ്റി താമസിയാതെ നിലവിൽ വരുമെന്നും പിഷാരടി. കുന്നംകുളം അക്കിക്കാവിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വെള്ളറക്കാട് സ്വദേശി 24-കാരൻ സുധീഷാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. PM ശ്രീ കരാർ റദ്ദാക്കാൻ കോടതിയെ സമീപിക്കണമോ എന്നത് മന്ത്രിസഭാ ഉപസമിതി തീരുമാനിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ. കഴിഞ്ഞ സർക്കാരാണ് PM ശ്രീയിൽ ഒപ്പിട്ടത്. ജാള്യത മറയ്ക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. PM ശ്രീ കരാർ റദ്ദാക്കാൻ കോടതിയെ സമീപിക്കണമോ എന്ന മന്ത്രിസഭാ ഉപസമിതി തീരുമാനിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ. കഴിഞ്ഞ സർക്കാരാണ് PM ശ്രീയിൽ ഒപ്പിട്ടത്. ജാള്യത മറയ്ക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കോഴിക്കോട് വിദ്യാർത്ഥി ചാരായം സ്കൂളിലേക്ക് കൊണ്ടുവന്ന സംഭവത്തിൽ വിദ്യാർത്ഥികളുടെ ബാഗുകൾ പരിശോധിക്കാൻ അധ്യാപകർക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. ചീത്ത പറഞ്ഞും ശിക്ഷിച്ചും വിദ്യാർത്ഥികളെ തിരുത്താൻ കഴിയില്ല. അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ പരിശോധിക്കാൻ അനുമതി നൽകിയാൽ ദുരുപയോഗം ചെയ്തേക്കാം. സ്നേഹത്തോടെയുള്ള തിരുത്തലുകളാണ് വേണ്ടത്. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ +1 അധിക സീറ്റും ബാച്ചും അനുവദിക്കുമെന്നും മന്ത്രി N ഷംസുദ്ദീൻ പറഞ്ഞു. 3ാം അലോട്ട്മെന്റിന് ശേഷം പാലക്കാട്, മലപ്പുറത്തും സീറ്റ് ക്ഷാമം ഉണ്ടായേക്കും. പരിഹാര നടപടികൾ ഉടൻ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരളമില്ല എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഞങ്ങളത് കഴിഞ്ഞ അടിയന്തര പ്രമേയത്തിൽ കൃത്യമായി നിയമസഭയിൽ തന്നെ വിശദീകരിച്ചല്ലോ. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്തു വെച്ചിരിക്കുകയാണ്, ഒപ്പിട്ടിരിക്കുകയാണ്. ഒപ്പിടുക എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായി കേന്ദ്രത്തിന് എല്ലാ അവകാശവും കൊടുത്തുള്ള ഒരു കരാറിലാണ് ഒപ്പുവെച്ചത്. ഇതെല്ലാം വിശദീകരിച്ചതാണ്. പിന്നെ എന്തിനാ ഒപ്പിട്ടത്? നിയമസാധ്യത ഇല്ലാത്തത് നോക്കിയിട്ടാണ് ഒപ്പിട്ടത്. പുതിയ സർക്കാരിന് റദ്ദ് ചെയ്യാൻ എവിടെയാണ് അതിൽ ഓപ്ഷൻ ഇല്ല. ഞങ്ങളത് എന്ത് ചെയ്യാൻ പറ്റുമെന്നേ നോക്കുന്നുള്ളൂ. അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞതിന് രാജ്യത്ത് പ്രതിഷേധം നടത്തിയ പ്രതിപക്ഷം കേരളത്തിലുണ്ടാവും. അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞിട്ടേ ഉള്ളൂ. വേറെ ഗവൺമെന്റിന് തീരുമാനം പുതിയ കാര്യമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അതിന് പ്രതിഷേധിച്ചവരാണ് ഇന്നത്തെ നമ്മുടെ പ്രതിപക്ഷം. അപ്പൊ അത് അവർ ചെയ്തു വെച്ച സംഗതികളിലുള്ള ജാള്യത അത് മറക്കാനാണ് ഇപ്പോഴത്തെ ഈ പ്രചരണങ്ങളൊക്കെ. സത്യത്തിൽ ഞങ്ങൾ പുതുതായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞങ്ങൾ പരിശോധിക്കുന്നില്ലേ ഉള്ളൂ. ഈ ഗവൺമെന്റ് വന്നിട്ട് ഒരു മാസമല്ലേ. താരസംഘടനയായ അമ്മയിൽ നിന്നും പോയവരെ തിരിച്ചു കൊണ്ടുവരുമെന്ന് രമേശ് പിഷാരടി. അമ്മയുടെ സ്ഥിരം കമ്മിറ്റി താമസിയാതെ നിലവിൽ വരും. സ്ഥിരം കമ്മിറ്റിയുടെ ഭാരവാഹിത്വം താൻ ഏറ്റെടുക്കില്ല എന്നും രമേശ് പിഷാരടി പറഞ്ഞു. താരസംഘടനയായ അമ്മയിൽ നിന്നും പോയവരെ തിരിച്ചു കൊണ്ടുവരുമെന്ന് രമേശ് പിഷാരടി. അമ്മയുടെ അഡ്ഹോക് കമ്മിറ്റി യോഗം കഴിഞ്ഞ ദിവസം ചേർന്നു. സ്ഥിരം കമ്മിറ്റി താമസിയാതെ നിലവിൽ വരും. സ്ഥിരം കമ്മിറ്റിയുടെ ഭാരവാഹിത്വം താൻ ഏറ്റെടുക്കില്ലെന്നും രമേശ് പിഷാരടി പറഞ്ഞു. ശ്വേതാ മേനോൻ, അൻസിബ, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങി താരങ്ങൾ എല്ലാവരോടും താൻ സംസാരിച്ചു. രാജിവെച്ചവരെ അമ്മയിൽ തിരിച്ചെത്തിക്കുമെന്നും ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് അത്ര കടുപ്പമുള്ള കാര്യമല്ലെന്നും രമേശ് പിഷാരടി പാലക്കാട് മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാവരോടും ഞാൻ ഫോണിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഒരുപാട് സമയം സംസാരിച്ചു. അൻസിബയുടെ ഒക്കെ പലപ്പോഴായിട്ട് 1 മണിക്കൂറിലധികം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരെ എല്ലാം കേൾക്കുന്നുണ്ട്. അവരുടെയൊക്കെ പ്രശ്നങ്ങൾ എന്താണ്, അത് എന്തുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്, അതിന് നിലവിൽ നമുക്ക് എങ്ങനെ അത് പരിഹരിക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ പലതരത്തിൽ ആലോചിക്കുന്നുണ്ട്. പക്ഷെ എല്ലാ കാര്യങ്ങളുടെയും 2 വശങ്ങളും കേൾക്കുകയും അതിന് നിലവിൽ അവർ പെട്ടെന്ന് വളരെ വൈകാരികമായി, ചില ആളുകളെങ്കിലും വൈകാരികമായി പ്രതികരിക്കുകയും പൊതുമാധ്യമങ്ങളിൽ ഇതിനെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് വളരെ വലിയ പ്രശ്നങ്ങൾ തോന്നുന്നത്. കുന്നംകുളം അക്കിക്കാവിലുണ്ടായ വാഹനാപകടത്തിൽ ഇരുചക്രവാഹന യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് വെള്ളറക്കാട് സ്വദേശി 24-കാരൻ സുധീഷാണ് മരിച്ചത്. തൃശൂർ കുന്നംകുളം അക്കിക്കാവിലുണ്ടായ വാഹനാപകടത്തിൽ ഇരുചക്ര വാഹന യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. പുലർച്ചെയോടെയാണ് അപകടം നടന്നത്. ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച വെള്ളറക്കാട് സ്വദേശി ഞാലിൽ വീട്ടിൽ 24-കാരൻ സുധീഷാണ് മരിച്ചത്. അക്കിക്കാവ് ഭാഗത്ത് വെച്ച് വാഹനങ്ങൾ കൊണ്ടുപോകുന്ന ഗുഡ്സ് ലോറിയും
സുധീഷ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ലോറി നിയന്ത്രണം വിട്ട് സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരങ്ങൾ. അപകടത്തിന് ശേഷം നിർത്താതെ പോയ ലോറിയെ അതുവഴി വന്ന മറ്റൊരു യാത്രക്കാരൻ പിന്തുടർന്ന് മറികടന്ന് തടഞ്ഞു നിർത്തുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട സുധീഷിന്റെ സ്കൂട്ടർ ലോറി 100 മീറ്ററോളം ദൂരേക്ക് വലിച്ചിഴച്ചു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സുധീഷ് രക്തം വാർന്ന നിലയിൽ അരമണിക്കൂറോളമാണ് റോഡിൽ കിടന്നതെന്നും വിവരങ്ങളുണ്ട്. കുന്നംകുളം പോലീസ് എത്തി ആംബുലൻസിൽ യുവാവിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. സംഭവം സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തൃശൂർ ഒല്ലൂരിൽ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് വൻ അപകടം. മുൻഭാഗം പൂർണ്ണമായും തകർന്ന ബസ്സുകളിലെ ഒന്നിലെ ഡ്രൈവറെ പുറത്തെടുത്തത് ഫയർഫോഴ്സ് എത്തി അരമണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ശേഷം. നിരത്തിൽ നിന്ന് ഒഴിയാതെ അപകടങ്ങൾ. തൃശൂർ ഒല്ലൂരിൽ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച വൻ അപകടം. ബസ്സുകളുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന സംഭവത്തിൽ ബസ്സുകളിലൊന്നിലെ ഡ്രൈവറെ പുറത്തെടുത്തത് ഫയർഫോഴ്സ് എത്തി അരമണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ്. നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു. യാത്രക്കാരുടെ പരിക്കുകൾ ഗുരുതരമല്ലെന്നാണ് പ്രാഥമിക വിവരങ്ങൾ. വാഹനത്തിൽ കുടുങ്ങിയ ബസ് ഡ്രൈവർ നിർമ്മലിനെ ഫയർഫോഴ്സ് എത്തി നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പുറത്തെടുത്തത്. പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. തൃശൂരിൽ നിന്ന് പാലപ്പള്ളിയിലേക്ക് സഞ്ചരിക്കുകയായിരുന്ന ബസ്സും കല്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് സഞ്ചരിക്കുകയായിരുന്ന ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. എംബാപ്പയും ഹാലൻഡും കൊമ്പുകോർക്കുന്നു. കാണാം തനിനിറം ന്യൂസ് ഗോൾഡ് ഗാർഡൻ. ലോക ഫുട്ബോളിനെ ഭരിക്കാൻ പോകുന്ന പുതിയ തലമുറയിലെ 2 വേട്ടക്കാർ. ഒന്നിനൊന്ന് മെച്ചം, ലക്ഷ്യം ഒന്ന് മാത്രം, വിജയം. ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ നിശ്ചയിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ഫ്രഞ്ച് പടയും നോർവേയും നേർക്കുനേർ വരുമ്പോൾ കളം ചൂടുപിടിക്കുകയാണ്. ഗ്രൂപ്പ് ഐയിലെ രാജാക്കന്മാർ ആരാണെന്ന് ഇന്നറിയാം. സെനഗലിനെയും ഇറാഖിനെയും തകർത്തുവിട്ടാണ് ഇരു ടീമുകളും എത്തുന്നത്. രാത്രി 12:30 ബോസ്റ്റണിൽ പന്തുരുളുമ്പോൾ കളി കടുക്കുമെന്നുറപ്പാ. കാരണം ഇത് വെറും ഒരു ഗ്രൂപ്പ് മത്സരമല്ല, പ്രീ ക്വാർട്ടറിലെ സുരക്ഷിത പാത ഉറപ്പാക്കാനുള്ള ജീവൻ മരണ പോരാട്ടമാണ്. ടൂർണമെന്റിലെ ഗോൾ വേട്ടയിൽ 4 ഗോളുകളുമായി ഇരുവരും ഒപ്പത്തിനൊപ്പമാണ്. എന്നാൽ എംബാപ്പയ്ക്ക് ഇന്ന് മറ്റൊരു ചരിത്ര ലക്ഷ്യം കൂടിയുണ്ട്. ഇന്ന് 2 ഗോളുകൾ കൂടി നേടിയാൽ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ കളിക്കാരൻ എന്ന ലയണൽ മെസ്സിയുടെ റെക്കോർഡിനൊപ്പം എത്താൻ ഫ്രഞ്ച് നായകനും സാധിക്കും. ആദ്യ 2 മത്സരങ്ങളിലെ മിന്നും ഫോം എംബാപ്പെ തുടരുമോ, അതോ ഹാലൻഡിന്റെ നോർവീജിയൻ കരുത്ത ഫ്രാൻസിനെ തളയ്ക്കുമോ? ആരാധകർ ആകാംക്ഷയുടെ മുനമ്പിലാണ്. ഇന്നത്തെ മത്സരഫലമാണ് ഈ ഗ്രൂപ്പിന്റെ ഭാവി നിശ്ചയിക്കുക. ജയിച്ചാൽ ഫ്രാൻസിന് നോക്കൌട്ടിൽ സ്വീഡനാകും എതിരാളികൾ. എന്നാൽ കളി കൈവിട്ടാൽ കഥ മാറും. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി നോർവേ മുന്നേറുകയും പ്രീ ക്വാർട്ടറിൽ തന്നെ ബ്രസീൽ ജപ്പാൻ മത്സരത്തിലെ വിജയികളെ ഫ്രാൻസിന് നേരിടേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു പിഴവ് പോലും ഇരു ടീമുകൾക്കും താങ്ങാനാവില്ല. രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ലോകകപ്പിന്റെ നോക്കൌട്ട് ചിത്രങ്ങൾ പൂർണ്ണമായി തെളിയും. ബോസ്റ്റണിലെ ഈ രാത്രിയിൽ ഫ്രഞ്ച് വിപ്ലവമാണോ അതോ നോർവീജിയൻ കൊടുങ്കാറ്റാണോ വീശിയടിക്കുക? കാത്തിരുന്ന് കാണാം. സ്പോർട്സ് ഡെസ്ക്, തനിനിറം. തുടർന്നും വിശദമായ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിറമെഴുതിയ സുദിനം, പ്രിയകരമതിമൃദുലം, ശുഭകരം മനഹിതം, അണിയുക കനകം, ചിരി പകരണ നിമിഷം, നിറയണ നറുഹൃദയം, ശുഭകരം മനഹിതം, അണിയുക കനകം. താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുഗണം, സ്നേഹമുഖം ചേരുമുടൽ പൊന്നായി മിന്നുന്നു നിന്മനം. സ്വർണമുഖി 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 സ്വർണമുഖി. സ്വർണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.